ഇനി നമുക്ക് പാലക് ചീരയും പനീറും കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീര എടുത്തിട്ടുണ്ട്. പാലക് ചീരയോ അതുപോലെ ബേബി ചീരയോ എടുക്കാവുന്നതാണ്. 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആ ചീരയുടെ കൂട്ടും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഞാനിതിൽ എക്സ്ട്രാ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കുറച്ച് എണ്ണയും തടവിയിട്ട് മാറ്റി വെക്കാം. ഇനി പനീർ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, മല്ലിയില അരിഞ്ഞത്, കുറച്ച് ചില്ലി ഫ്ലേക്സും, പിന്നെ കുറച്ച് അയമോദകം, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ള് ചാട്ട് മസാല, കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാളയും കൂടിയിട്ട് അരിഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം പൊടിയിൽ മുക്കിയിട്ട് കട്ടിയിലൊന്ന് ആദ്യം പരത്തിയെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പനീറിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ കവർ ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അകത്തൊട്ടും തന്നെ എയർ ബബിൾസ് ഉണ്ടാവാനായിട്ട് പാടില്ല. പൊടി നന്നായിട്ട് തൂക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. അതുപോലെ പരത്തിയെടുക്കുക. പൊടി എക്സസ് ഉള്ളത് തട്ടിക്കളയാം. ഇനി ചൂടായി കിടക്കുന്ന ദോശത്തവയിലേക്ക് ഇട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് തൂക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.